ആരായിരുന്നു ധനവാനും ലാസറും? ബൈബിളിന്റെ ഉത്തരം: യേശു പറഞ്ഞ കഥയിലെ 2 കഥാപാത്രങ്ങളാണ് ധനവാനും ലാസറും. ലൂക്കോസ് 16:19 മുതൽ 31 വരെ ഈ 2 പേർ 2 കൂട്ടം ആളുകളെയാണ് ചിത്രീകരിച്ചത്. ഒന്ന്, യേശുവിൻ്റെ കാലത്തെ അഹങ്കാരികളായ ജൂത മതനേതാക്കന്മാർ. 2, ഇളയവരെങ്കിലും യേശുവിൻ്റെ സന്ദേശം സ്വീകരിച്ച ആത്മാർത്ഥതയുള്ള ആളുകൾ. ധനികനായ മനുഷ്യനെയും ലാസറിനെയും കുറിച്ച് യേശു എന്താണ് പറഞ്ഞത്? ലൂക്കോസ് 16-ാം അധ്യായത്തിൽ ജീവിത സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന 2 പേരെക്കുറിച്ച് യേശു പറഞ്ഞു. യേശു പറഞ്ഞ കഥയുടെ ചുരുക്കം ഇതാണ്: ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്ന ഒരു ധനികനുണ്ടായിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു യാചകനും ഉണ്ടായിരുന്നു. ധനികന്റെ മേശപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഭക്ഷണം വീണ് കിട്ടുന്നതും കാത്ത് ഈ യാചകൻ അയാളുടെ പടിവാതിക്കൽ ഇരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലാസർ മരിച്ചു. ദൂതന്മാർ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി അബ്രഹാമിന്റെ അരികിൽ ഇരുത്തി. പിന്നീട് ധനികനും മരിച്ചു. അയാളെ അടക്കം ചെയ്തു. മരിച്ചുപോയെങ്കിലും ഈ 2 പേർക്കും കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും സംസാരിക്കാനും കഴിയുന്ന രീതിയിലാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മരണശേഷം ധനികൻ തീജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. ഒരിറ്റ് വെള്ളം നൽകി നാവിനെ തണുപ്പിക്കാൻ ലാസറിനെ അയക്കാമോ എന്ന് അദ്ദേഹം അബ്രഹാമിനോട് ചോദിക്കുന്നു. എന്നാൽ അബ്രഹാം അതിന് സമ്മതിക്കുന്നില്ല. 2 പേരുടെയും സാഹചര്യങ്ങൾ നേരെ തിരിഞ്ഞെന്നും 2 പേർക്കും ഇടയിൽ കടന്നു ചെല്ലാൻ പറ്റാത്തത്ര വലിയ ഒരു ഗർത്തം ഉണ്ടായിരിക്കുകയാണെന്നും അബ്രഹാം പറഞ്ഞു. ശരിക്കും നടന്ന ഒരു സംഭവമാണോ ഇത്? അല്ല. പ്രധാനപ്പെട്ട പാഠം പഠിപ്പിക്കാൻ യേശു ഉപയോഗിച്ച ഒരു ദൃഷ്ടാന്ത കഥ മാത്രമാണിത്. ഈ വസ്തുത പണ്ഡിതന്മാർ പോലും അംഗീകരിക്കുന്നു. ഉദാഹരണത്തിന് ലൂതർ ബൈബിളിന്റെ 1912 പതിപ്പിൽ ഇതൊരു ദൃഷ്ടാന്ത കഥയാണ് എന്ന ഉപതലക്കെട്ടുണ്ട്. ഇനി കത്തോലിക്കരുടെ യെരുശലേം ബൈബിളിന്റെ ഒരു അടിക്കുറിപ്പിൽ പറയുന്നത് ഇത് ചരിത്രത്തിലെ ഏതെങ്കിലും വ്യക്തിയെ പരാമർശിക്കാതെ കഥാരൂപത്തിലുള്ള ഒരു ഉപമ മാത്രമാണ് എന്നാണ്. മരണശേഷവും ഒരു ജീവിതമുണ്ടെന്ന് യേശു പഠിപ്പിക്കുകയായിരുന്നു. മരിച്ചു കഴിഞ്ഞ് ചിലർ തീനരകത്തിൽ യാതന അനുഭവിക്കുന്നുണ്ടെന്നും അബ്രഹാമും ലാസറും സ്വർഗത്തിൽ പോയെന്നും ആണോ യേശു ഉദ്ദേശിച്ചത്? അത് അങ്ങനെയല്ല എന്ന് പല വസ്തുതകളും തെളിയിക്കുന്നു. ഉദാഹരണത്തിന്, ധനികനായ ഒരു മനുഷ്യൻ ശരിക്കും തീനരകത്തിൽ ആയിരുന്നെങ്കിൽ ലാസർ ഒരു തുള്ളി വെള്ളവുമായി ചെല്ലുമ്പോൾ ആ വെള്ളം ആവിയായി പോകുമായിരുന്നില്ലേ? ഇനി ആ വെള്ളം ആവിയായി പോയില്ലെങ്കിൽ തന്നെ ശരിക്കും തീയിൽ കിടന്ന് വേദന അനുഭവിക്കുന്ന ആ മനുഷ്യന് ഒരു തുള്ളി വെള്ളം കിട്ടിയതുകൊണ്ട് എന്താകാനാണ്? യേശു ഭൂമിയിലായിരിക്കെ പറഞ്ഞത് അതുവരെ ആരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല എന്നാണ്. അപ്പോൾ പിന്നെ അബ്രഹാം എങ്ങനെയാണ് സ്വർഗത്തിൽ ജീവനോടെ ഉണ്ടായിരിക്കുക? ഈ കഥ അഗ്നി നരകത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിനെ പിന്താങ്ങുന്നുണ്ടോ? അല്ല. POC പോലുള്ള ചില ബൈബിൾ പരിഭാഷകൾ മരണശേഷം ധനവാൻ ആയിരിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ നരകം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ലൂക്കോസ് 16:23 ശരിക്കും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹേഡീസ് മനുഷ്യവർഗത്തിന്റെ പൊതു ശവക്കുഴിയെ മാത്രമാണ് അർത്ഥമാക്കുന്നത്. ഇത് ശരിക്കുമുള്ള ഒരു കഥയല്ലെങ്കിലും നല്ല ആളുകൾ സ്വർഗത്തിൽ പോകുമെന്നും മോശം ആളുകൾ തീനരകത്തിൽ യാതന അനുഭവിക്കുമെന്നും ഈ കഥ സൂചിപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് ചിലരുടെ വാദം. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയായിരിക്കുമോ? അല്ല. ഉദാഹരണത്തിന്, എല്ലാ നല്ല ആളുകളും സ്വർഗത്തിൽ പോയി സന്തോഷത്തോടെ കഴിയുമെന്നോ മോശം ആളുകൾ അഗ്നിനരകത്തിൽ യാതന അനുഭവിക്കുമെന്നോ അത് പറയുന്നില്ല. പകരം ബൈബിൾ വ്യക്തമായി ഇങ്ങനെ പറയുന്നു: ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, പക്ഷേ മരിച്ചവർ ഒന്നും അറിയുന്നില്ല. സഭാപ്രസംഗകൻ 9:5. ധനവാനെയും ലാസറിനെയും കുറിച്ചുള്ള കഥയുടെ അർത്ഥമെന്താണ്? 2 കൂട്ടം ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ വരാനിരുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് ഈ കഥ പറഞ്ഞത്. ധനികനായ മനുഷ്യൻ ചിത്രീകരിച്ചത് തെളിവനുസരിച്ച് അന്നത്തെ പണക്കൊതിയന്മാരായ ജൂതമത നേതാക്കന്മാരെയാണ്. ലൂക്കോസ് 16:14. യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കേട്ടു, പക്ഷേ യേശു പറഞ്ഞ സന്ദേശത്തെ അവർ എതിർത്തു. സാധാരണക്കാരായ ആളുകളെ വളരെ പുച്ഛത്തോടെയാണ് ഈ മതനേതാക്കന്മാർ കണ്ടിരുന്നത്. ലാസർ ചിത്രീകരിച്ചത് യേശുവിൻ്റെ സന്ദേശം സ്വീകരിച്ച സാധാരണക്കാരായ ആളുകളെയാണ്. ജൂതമത നേതാക്കന്മാർ അവജ്ഞയോടെ കണ്ടിരുന്നവരെ. 2 കൂട്ടരുടെയും സാഹചര്യത്തിൽ വന്ന മാറ്റം വളരെ വലുതായിരുന്നു. ജൂതമത നേതാക്കന്മാർ ചിന്തിച്ചിരുന്നത് ദൈവത്തിൻ്റെ പ്രീതി തങ്ങൾക്കുണ്ട് എന്നാണ്. എന്നാൽ യേശുവിൻ്റെ സന്ദേശം സ്വീകരിക്കാതിരുന്ന അവരെയും അവരുടെ ആരാധനയെയും ദൈവം തള്ളിക്കളഞ്ഞപ്പോൾ
അവർക്ക് മരണം സംഭവിച്ചതുപോലെയായിരുന്നു. ഇനി അവർ യാതന അനുഭവിക്കാൻ ഇടയാക്കിയത് എന്താണ്? യേശുവും യേശുവിൻ്റെ അനുഗാമികളും അറിയിച്ച സന്ദേശം. മതനേതാക്കന്മാർ കാലങ്ങളായി അവഗണിച്ചിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോൾ ദൈവത്തെ അറിയാനും ദൈവത്തോട് അടുക്കാനുമുള്ള അവസരം ലഭിച്ചു. യേശു പഠിപ്പിച്ച തിരുവെഴുത്തുകളിൽ നിന്നുള്ള സന്ദേശം അവരിൽ പലരും സ്വീകരിക്കുകയും അതിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്തു. അങ്ങനെ അവർക്ക് എന്നെന്നും ദൈവപ്രീതിയിൽ ആയിരിക്കാനുള്ള അവസരം തുറന്നു കിട്ടി.